ഹായ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ മീൽ പ്രപ്പിലേക്ക് പോയാലോ? അപ്പോൾ ഈ ആഴ്ചയിലെ മീൽ പ്ലാനിങ് അനുസരിച്ചിട്ടുള്ള ഒരു മീൽ പ്രപ്പ് വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ല. പകരം ലഞ്ചിൻ്റെയും ബാക്കി കുറച്ച് വീഡിയോസ്, കുറച്ച് നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന കുറച്ച് കറികൾ, തൊടുകറികൾ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ കുറച്ച് കറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാവേ. ഇത് ഫ്രിഡ്ജൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ട് എല്ലാ ആഴ്ചയിലും ഞാനിതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യത്തില്ല, പക്ഷേ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കും. പിന്നെ ബോക്സുകളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കും കേട്ടോ. അതിനെ നമ്മൾ ഇതാക്കി വെക്കുന്ന ഫുഡൊക്കെ റെഡിയാക്കി വെക്കുന്ന ബോക്സുകളെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് പണികൾക്ക് നമ്മൾ കുറേ നേരം കുത്തിയിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു സിനിമ ഇട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമ കണ്ടുപിടിക്കും. ദയവ് ചെയ്ത് ഈ ഉള്ളിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ തന്നെ പോയി മേടിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. എന്നാണെന്നറിയോ, നമ്മുടെ കെട്ടിയന്മാർ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാക്കിലോ ഉള്ളി അരക്കിലോ ഉള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഈ തീരെ പൊടിയായിട്ടുള്ള വെളുത്തുള്ളികളാണ്. ഒരുക്കാനും ഭയങ്കര പാടാണ്. കുറേ സമയമെടുത്തു അതൊന്ന് റെഡിയാക്കി. ഏതായാലും കാശ് കൊടുത്ത് മേടിച്ചതല്ലേ, അതുകൊണ്ട് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുത്തിയിരുന്ന് റെഡിയാക്കി. അപ്പം ബോറടി മാറ്റാനായിട്ട് ഞാനൊരു ഫിലിമും കൂടെ വെച്ചു. അപ്പം സർവ്വമായ എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഉള്ളായിരുന്നു ഞാൻ വീട്ടിൽ. അന്ന് ആസ്വദിച്ചിരുന്ന് കാണുവാണ്. കോമഡി രംഗങ്ങളൊക്കെ അങ്ങോട്ട് ഇരുന്ന് ആസ്വദിച്ച് കണ്ടു. നമ്മുടെ പണിയും നടക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി, വെളുത്തുള്ളി, ബീൻസ്, അങ്ങനെ പലതും ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ റെഡിയാക്കിയ ഒരു അച്ചാറാണ്. ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3 തരം ചമ്മന്തിപ്പൊടികളും അതുപോലെ തന്നെ 2 തരം അച്ചാറുകളുടെയും ഒന്നിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കി അത് ഉണക്കിയെടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെള്ളം തോർത്തിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഈ വലിയൊരു വെജിറ്റബിൾ ബോക്സ് ഉണ്ട്. ഈ വെജിറ്റബിൾ ബോക്സിലേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചാക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല എന്ന്. അത് വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ ഒരേ ഫുഡ് തന്നെ, അതായത് ഇഡ്ഡലി, ദോശ, അപ്പം, അത് തന്നെ ഇങ്ങനെ പിന്നെ എല്ലാ ആഴ്ചയിലും റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖമില്ല. അപ്പോൾ ഞാനെപ്പോഴും അതൊരു 2 ആഴ്ച കൂടുമ്പോഴേ വീണ്ടും അത് അങ്ങനെ വരാറുള്ളൂ. കാരണം 2 ആഴ്ചത്തേന് വേറെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ആഴ്ച ദോശ. അപ്പോൾ ദോശയ്ക്ക് അരച്ച എന്താണെങ്കിലും 2 ദിവസം ദോശ ഇഡ്ഡലി മാറി വരുമല്ലോ. പിന്നെ അതിൽ തന്നെ കുറേ വെറൈറ്റിയൊക്കെ, മസാല ദോശ, പൊടി ദോശ, മറ്റേ നമ്മുടെ ഇത് കൂട്ട് എന്താ നമ്മുടെ ചട്നിപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് വെറൈറ്റിയൊക്കെ പിടിക്കും. എന്നാലും ചിലപ്പോൾ മടുക്കും. ഒത്തിരി പുളിപ്പിച്ച ഇത് കഴിക്കും വയറിനും ഒരു സുഖം ഇല്ലാത്തതുപോലെ തോന്നുവേ. അപ്പോൾ ഞാൻ സാധാരണ നോർമലായിട്ടുള്ള ചപ്പാത്തി അതൊക്കെ 2 ദിവസം പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കാമല്ലോ. ചപ്പാത്തിയൊക്കെ ഹാഫ് കുക്ക് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞായറാഴ്ചയ്ക്ക് കുറച്ചേറെ ചപ്പാത്തിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് 2 ദിവസത്തേന്. അതുപോലെ തന്നെ നൂലപ്പം നമുക്ക് തലേ ദിവസം റെഡിയാക്കി വെച്ചാൽ പിറ്റേ ദിവസം ഒന്ന് ആവിയേറ്റിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളിലേക്ക് ഞാൻ പോകും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരേ ഫുഡ് തന്നെ പിന്നെ എന്നും ഈ ദോശമാവ് എടുത്ത് ദോശ ചുട്ട് എനിക്കങ്ങനെ ഇഷ്ടം തോന്നാറില്ല. അതുകൊണ്ടാണേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ അങ്ങനെ പോകുന്ന ഒരാഴ്ചയാണ്. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റുകളാണ് നമ്മൾ ഈ ആഴ്ച ഉണ്ടാക്കുന്നത്. ദോശ തന്നെ വേറെ നമ്മൾ ചെറുപയർ, റാഗി ദോശയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കും. ഈ ഉഴുന്നിട്ടുള്ള ദോശ, ഉഴുന്നും അരിയും തന്നെ ഇട്ടുള്ള ദോശയുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ആണെങ്കിലും മാവരച്ച് 2-3 ദിവസമൊക്കെ ആക്കി വെള്ളയപ്പം, പിന്നെ മറ്റേ അല്ലാത്തപ്പം ഇല്ലേ നമ്മൾ മറിച്ചിട്ട് ചൂടുന്ന അപ്പം, അത് മാറി അങ്ങ് എടുത്ത് കഴിയുമ്പോഴത്തേനും മടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് ഓരോ ബോക്സുകളിൽ കൂടി ആക്കുവാണ്. പിന്നെ ഒരാൾ ചോദിച്ചായിരുന്നു വെജിറ്റബിൾസിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുമോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസവും. നമ്മൾ അപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് കഴുകി വാരി നമ്മൾ കറിയാക്കൂലേ, അതുപോലെ തന്നെയൊക്കെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. കാരണം നമ്മളിത് കഴുകി എടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ടല്ലേ വെക്കുന്നത്. അങ്ങനെ എയറുമായിട്ട് ഇതായിട്ടല്ലല്ലോ, തുറന്നിരിക്കുമല്ലല്ലോ ചെയ്യുന്നത്. അപ്പം അതിനങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നാനായിട്ട് ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടുന്നതായിട്ട് തോന്നാറില്ല കേട്ടോ.
ഈ ബീട്രൂട്ടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ക്യാരറ്റും ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിങ്ങ് ഇടുവേ. അപ്പോൾ നമുക്കിതിപ്പോൾ ഒന്ന് തോരനിലേക്ക് ആക്കണമെങ്കിൽ പെട്ടെന്ന് ചോപ്പറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ അങ്ങിട്ട് ഒരു സവാളയുടെ കഷ്ണം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങ് നമുക്ക് ചോപ്പറിലിട്ട് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതുപോലെ കറയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് കഴുകി വാരിയത് ചെയ്യും. ഇപ്പോൾ ഇത് കായയാണ്, പച്ചക്കായ. അപ്പോൾ പച്ചക്കായയും വൻപയറും കൂടെ വെക്കാനായിട്ടാണ് ഞാനിതിപ്പോൾ റെഡിയാക്കിയത്. അപ്പോൾ അത് നാളെ തന്നെ എടുക്കാനുള്ളതാണ്. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും ഒരു കേടും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാൽ മതി. നന്നായിട്ട് വേണമെങ്കിൽ ആ വെള്ളത്തിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അത് ടൈറ്റായിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞെടുത്താലും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. നമ്മൾ കായയുടെ കൂടത്ത് മിക്സ് ചെയ്ത് കറി ഉണ്ടാക്കില്ല. അതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ. ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും ഷോർട്ട് വീഡിയോസ് ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഷോർട്സിലെ. അപ്പോൾ ചാനലൊന്ന് കയറി നോക്കിയാൽ കാണാവേ. പിന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മസാലയൊക്കെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ പറയട്ടെ, ഇത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഒത്തിരി ദിവസം വെക്കാൻ കൊള്ളത്തില്ല, കാരണം അതിൽ വെള്ളമയം ഉള്ളതുകൊണ്ട് ഒത്തിരി ദിവസം ഇരിക്കുകയില്ല. ഇത് നാളെ തന്നെ എടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ നാളെ അത് ഫ്രൈ ആക്കാനുള്ളതാണ്. ഒത്തിരി ദിവസം അത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിലേക്ക് ആക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തൊരു ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇത്രയും വെജിറ്റബിൾസിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ കുറേ തൊടുകറികളും പിന്നെ മീനോ ഇറച്ചി എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതൊക്കെ കൊണ്ട് നമ്മൾ ഈ ഒരാഴ്ച ഓടിക്കും. കാരണം ഫുള്ളായിട്ട് അങ്ങനെ ഒരുപാട് പച്ചക്കറി അരിഞ്ഞൊന്നും വെക്കാറില്ല. കൃത്യം നമ്മളൊരു മീൽ പ്ലാനിങ് ഉണ്ടല്ലോ, ഇന്ന ദിവസം ഇന്ന ഉച്ചയ്ക്ക് ഇന്ന കറികൾ ഒക്കെ. അപ്പം മീനോ ഇറച്ചിയോ എന്തെങ്കിലും ചാറായിട്ട്, അപ്പം മീൻ കറിയൊക്കെ ചാറായിട്ട്, ഇപ്പോൾ ഈ ആഴ്ച ഞാൻ മീൻ കറിയാണ് ചാറായിട്ട് വെക്കുന്നത്. അപ്പോൾ മീൻ കറി 2 ദിവസത്തിന് എന്താണേലും കാണും. പിന്നെ എന്തെങ്കിലും തൈരോ മോര് അങ്ങനെ എന്തെങ്കിലും മോര് കറി ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച അങ്ങ് ഓടിപ്പോക്കോളും. അതുകൊണ്ട് ഞാനതൊക്കെ ആലോചിച്ചേ ചെയ്യാറുള്ളൂ. ഒത്തിരി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല. ഓരോ ആഴ്ചയ്ക്കും വേണ്ടതേ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് പാത്രത്തിനകത്ത് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമൊക്കെ ഇപ്പം നല്ല ചൂടല്ലേ, വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു തണുപ്പ് തോന്നും. മടുത്ത് വരുമ്പം ചിലപ്പോൾ ഒന്നും കുക്ക് ചെയ്യാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. രാവിലത്തെ വല്ല മിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ഒരു ചായ ഇട്ട് കുടിക്കും, അല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിച്ച് കഴിക്കലൊക്കെയാണ്. അപ്പം വേനൽക്കാലത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ മേടിച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെപ്പം വൈകുന്നേരം വരുമ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് വെളിയിലേക്ക് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തണുപ്പ് അങ്ങ് മാറി കിട്ടി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കുവാണ്. വൈകുന്നേരം വരുമ്പം നന്നായിട്ട് മടുത്തായിരിക്കുമല്ലോ വരുന്നത്. പിന്നെ മക്കളും കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം, അല്ലേ സമ്മതിക്കുകയില്ല. അവരും വിശന്നല്ലേ. കാരണം ഈ ഉച്ച കഴിഞ്ഞുള്ള വിശപ്പ്, അതായത് ഈ സ്കൂൾ വിട്ട് വരുമ്പോഴത്തെ വിശപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്കൊരു പ്രത്യേക വിശപ്പാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും വൈകുന്നേരം വരുമ്പോൾ, അന്നൊക്കെ പിന്നെ നമുക്ക് വീടുകളിൽ അമ്മമാരിങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി വെക്കുമായിരുന്നല്ലോ. കപ്പ പുഴുങ്ങിയതോ ചേമ്പ് പുഴുങ്ങിയതോ ചേന പുഴുങ്ങിയതോ എന്തെങ്കിലുമൊക്കെ. ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്നില്ലാത്ത സ്ഥിതിക്ക് നമ്മളിതൊക്കെ ഇച്ചിരിയൊക്കെ റെഡിയാക്കി വെച്ചില്ല 4 മണിക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പുറത്തുനിന്ന് ഒത്തിരി സാധനങ്ങൾ അങ്ങനെ ജങ്കായിട്ട് മേടിച്ചു കൊടുക്കുന്നതും നല്ലതല്ലല്ലോ. പിന്നെ കൂർക്ക കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുന്നില്ല എന്ന് വെച്ചു. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കറുത്തു പോവും. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി അതിനകത്തേക്ക് വെച്ചു. പിന്നെ മീൻകറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ആഴ്ചത്തെ മീൽ പ്രിപ്പുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് ഇതാ നല്ല സെറ്റായിട്ടിരിക്കുന്നു. അരിമാവ് ഒന്നും ഇപ്രാവശ്യം നമ്മൾ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തിട്ടില്ല. പകരം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഈ ആഴ്ച നമ്മൾ റെഡിയാക്കുന്നത്. വെജിറ്റബിൾ ബോക്സിനകത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചതിൻ്റെ മിച്ചമുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ അതിനകത്തേക്ക് വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ തക്കാളിയൊന്നും അരിഞ്ഞ് വെക്കാറില്ല, അപ്പോൾ എടുത്ത് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഫ്രൂട്ട്സ് ഉള്ളതൊക്കെ അതിനകത്ത് സ്റ്റോർ ചെയ്തു. പിന്നെ പാല്, സോസുകൾ, പിന്നെ നമ്മുടെ അച്ചാറുകൾ. ഈ അച്ചാർ 2 തരം 3 തരം പൊടികളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കാണുക കേട്ടോ, അതെങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് സൂചിപ്പിക്കുക കേട്ടോ.
കാരണം നമുക്കറിയത്തില്ല. ഒന്നാമതെ നമ്മൾ ജോലിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കൃത്യമായിട്ടൊരു സമയമൊന്നും സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. രാത്രിയിലൊക്കെ ഇച്ചിരി വൈകി ഇരുന്നിട്ടൊക്കെ വേണം നമ്മൾ, അല്ല ഒരു 10 മണിയാകുമ്പോൾ കിടക്കുന്ന ഞാനൊരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇതിനു വേണ്ടി ഇപ്പോൾ മാറ്റി വയ്ക്കും കുറച്ച് സമയം. കാരണം അല്ലെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് ചെയ്ത് പോകാൻ കറക്റ്റ് ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്ത ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണ്. നമ്മളെല്ലാം ഓടിച്ചു പോകണം. നമ്മൾ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ട് പോകണം. വീട്ടിൽ വന്നിട്ട് മക്കളുടെ കാര്യങ്ങൾ കറക്റ്റാണ്. പിന്നെ ചേട്ടായി ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കാനൊന്നും ഹെൽപ്പ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഈ വീഡിയോയുടെ കാര്യങ്ങളിലേക്കൊന്നും വന്നില്ലെങ്കിലും ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾക്ക് ക്ലീനിങ്ങിനും പിന്നെ തേങ്ങ ചിരണ്ടി വെക്കാനും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരുപാട് കാര്യങ്ങളിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്കിത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും മാക്സിമം നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.